നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വേദനപ്പെടുത്തുന്നൊരു വാർത്തയായിരുന്നു ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരുടെ സാഹചര്യം. അതിസന്തോഷത്തോടുകൂടി അതീവ പ്രതീക്ഷകളുമൂടി ജമ്മു കാശ്മീർ കാണാനായിട്ട് പോയ ആളുകൾ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകളും പൈൻ കാടുകളുമൊക്കെ കാണുന്നതിന് വളരെ പ്രതീക്ഷകളോടുകൂടി എത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരാക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി നടത്തിയ ഈ ഭീകരാക്രമണത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടി പോയ കുടുംബങ്ങളെയാണത് ബാധിച്ചത്. ഓരോ കുടുംബത്തിലെയും പല അംഗങ്ങളിൽ അവരുടെ മക്കളുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മാതാപിതാക്കളുടെയും ഒക്കെ മുൻപിൽ വെച്ച് ആരെന്ന് പോലും അറിയാതെ വെടിയുതിർക്കുകയായിരുന്നു. ഇവിടെ വളരെ യാദൃച്ഛികമായിട്ട് 18 ദിവസങ്ങൾക്ക് മുൻപ് മാത്രം വിവാഹം കഴിച്ച 2 പേര്, ഒരു യുവാവും യുവതിയും അവിടെ വിനോദസഞ്ചാരത്തിനായി എത്തിയിരുന്നു. അവർ ഹണിമൂൺ ആഘോഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രതീക്ഷകളോടുകൂടി സന്തോഷത്തോടെ അവരുടെ ജീവിതം ആസ്വദിക്കുന്നതിനായിട്ട് ഏതോ ഒരു നിമിഷത്തിലെടുത്ത തീരുമാനം. ആ തീരുമാനത്തെ ഓർത്ത് ഇന്ന് ദുഃഖിക്കുകയാണ് കൂട്ടത്തിൽ വന്ന യുവതി. കാരണം തൻ്റെ പ്രിയതമൻ ഈ ലോകത്തിൽ നിന്നും യാത്രയായിരിക്കുന്നു. ഭീകര ആക്രമണത്തിൽ തീവ്രവാദികളുടെ വെടിക്ക് മുൻപിൽ ഇദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെയും ഒരു എത്രമാത്രം വേദനയോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ കഴിയാനാകാതെ 18 ദിവസത്തെ മാത്രം ബന്ധമേ അവരുടെ ജീവിതത്തിനുണ്ടായിരുന്നുള്ളൂ. താങ്ങാനാവാതെ യുവതിയുടെ ഇരിപ്പ് കണ്ടാൽ മനസാക്ഷിയുള്ള മനുഷ്യരൊക്കെ മനസ്സിൻ്റെ നൊമ്പരമായിട്ട് മാറുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഓരോ മനുഷ്യനും അവരുടെ വളരെ പ്രതീക്ഷകളോട് കൂടിയുള്ള ഒരു വിവാഹ ജീവിതത്തിലേക്ക് കയറുമ്പോൾ വളരെ സന്തോഷമുള്ള സാഹചര്യങ്ങൾ യാത്രയ്ക്കായിട്ട് തിരഞ്ഞെടുക്കും. ഇവിടെ ഇവർ തിരഞ്ഞെടുത്തത് ജമ്മു കാശ്മീരായിരുന്നു. മറ്റ് ഏതെങ്കിലും സ്ഥലമായിരുന്നു ഇവർ തിരഞ്ഞെടുത്ത് യാത്രയ്ക്കായിട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവിതം ഇനിയും തുടരാൻ സാധിക്കുമായിരുന്നു. ഇവിടെ ജമ്മു കാശ്മീരിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയത് അതൊരു ദാരുണകരമായ അന്ത്യത്തിലെത്തുകയായിരുന്നു. വളരെ നിർവികാരമായിട്ട് എന്താണ് കൺമുന്നിൽ നിന്ന് സംഭവിക്കുന്നത് പോലും അറിയാതെ ഇരുന്നു പോയുള്ള ആ യുവതിയെ കണ്ടാൽ ചങ്ക് പിടയുന്ന കാഴ്ചയായിരുന്നു. ഒരു മനുഷ്യനും താങ്ങാനാവുന്നതിലും അപ്പുറം അപ്രതീക്ഷിതമായിട്ട് വന്ന വെടിയെ തടുക്കാനായിട്ട് സാധിച്ചില്ല. ഇതുപോലെ പല കുടുംബങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും 18 ദിവസത്തെ മാത്രം ദാമ്പത്യ ജീവിതമുണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കുമ്പോൾ വളരെയധികം വേദന തോന്നുന്നു. ഈ യുവതിയും യുവാവും അത്രയധികം പ്രതീക്ഷകളോട് കൂടിയായിരുന്നു ആ ജമ്മു കാശ്മീരിലേക്ക് എത്തിയത്. താങ്കൾ തിരഞ്ഞെടുത്ത സ്ഥലം തെറ്റിപ്പോയോ? ഇത് വേണ്ടിയിരുന്നില്ലയോ? എന്താണ് കൺമുന്നിൽ സംഭവിക്കുന്നത്? ഇത്തരം ആക്രമണങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് പോലും അവർ ചിന്തിക്കുന്നതിന് മുൻപേ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഓരോ വെടിയും ഓരോ മനുഷ്യജീവനുകൾ എടുത്തിരുന്നു. 26 പേർ വളരെ ദാരുണകരമായ രീതിയിൽ ഈ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ ജീവന് വില കൊടുക്കാത്ത തീവ്രവാദികൾ എത്രയധികം ഈ ലോകത്തിൽ പിടിച്ചടക്കി എന്ത് നേടാനായിട്ടാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്?